ആലപ്പുഴ മാന്നാറിലെ കലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട 3 പ്രതികളെ ഇപ്പോൾ പുറത്തേക്കിറക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്കിറക്കുകയാണ്. ആലപ്പുഴ SP അടക്കം സ്ഥലത്തെത്തി ഇവരെ 3 പ്രതികളെയും കേസിലെ 2, 3, 4 ഈ 3 പ്രതികളാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഈ 3 പ്രതികളെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇവരെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇവരെ കോടതിയിൽ ഹാജരാക്കും. ചെങ്ങന്നൂർ കോടതിയിൽ ഇവരെ ഹാജരാക്കാനാണ് സാധ്യതയുള്ളത്. എന്തായാലും 15 വർഷം മുൻപ് നടന്ന ഒരു കൊലപാതകത്തിന്റെ കഥയാണ് ചുരുളഴിയുന്നത്. ഈ കേസിലെ മുഖ്യപ്രതി, പ്രധാന പ്രതിയായിട്ടുള്ളത് കലയുടെ ഭർത്താവാണ്. കലയുടെ ഭർത്താവ് ഇപ്പോൾ ഇസ്രയേലിലാണ്. ഇയാൾ 1-ാം പ്രതിയായ അനിൽകുമാറാണ്. അനിൽകുമാറിനെ വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. ഇയാളെ ഉടൻ തന്നെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമൊക്കെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കേസിൽ അറസ്റ്റിലായിരിക്കുന്ന 3 പ്രതികളാണുള്ളത്. ഈ 3 പ്രതികളെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോവുകയാണ്. ജിനു, സോമൻ, പ്രമോദ് ഈ 3 പ്രതികളാണ് ആലപ്പുഴയിൽ മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ നിലവിൽ കസ്റ്റഡിയിലുള്ളത്. ഇവരെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി പോലീസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2009 ഈ സംഭവം നടക്കുന്നത്. കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് കലയെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം കലയെ സെപ്റ്റിക് ടാങ്കിൽ മറവ് ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ എവിടെയാണ് മറവ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊന്നും പോലീസ് നിലവിൽ FIRൽ പറയുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസ് പ്രതികളെ കൃത്യമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കേസിൽ 3 പ്രതികളാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഈ 3 പ്രതികളെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോവുകയാണ്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കേസിലെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഇതാണ് നിലവിലെ സാഹചര്യം. എന്തായാലും മാന്നാറിലെ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നു. എന്താണ് ഈ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്നത് പ്രധാനമായും പ്രാഥമികമായി പോലീസ് പറയുന്നത് കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നു. ഈ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസിലെ 1-ാം പ്രതിയായ കലയുടെ ഭർത്താവ് അനിൽകുമാറും മറ്റ് 3 പ്രതികളും ചേർന്ന് കലയെ കൊലപ്പെടുത്തിയത്. അതിനുശേഷം പെരുമ്പുഴ പാലത്തിൽ വച്ചായിരുന്നു കൊലപാതകം നടന്നതെന്നും അതിനുശേഷം മൃതദേഹം മറവ് ചെയ്യുകയും ചെയ്തു എന്നുമാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഫോറൻസിക് റിപ്പോർട്ട് തന്നെയാണ്. ഇന്നലെ മൃതദേഹാവശിഷ്ടങ്ങൾ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. പക്ഷേ ഫോറൻസിക് പരിശോധനാ ഫലം ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു കൺഫർമേഷനിലേക്ക് പോലീസ് എത്താത്തത്. സുജു ടി ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. സുജു, കേസിലെ 2, 3, 4 ഈ പ്രതികളെയാണ് ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നത്. എവിടേക്കാണ്, ഏത് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത്? മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയിലേക്കാണ് പ്രതികളുടെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. 3 പ്രതികളെയും ആലപ്പുഴ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ പ്രതികൾ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പത്തനംതിട്ട SP ചൈത്ര തെരേസയുടെ ആലപ്പുഴ SP ചൈത്ര തെരേസയെ നേരിട്ടെത്തുകയും വീണ്ടും പ്രതികളെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ ഈ അതിന്റെ പേപ്പർ വർക്കുകളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി മാന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതികളെ കൊണ്ടുപോകുന്നത്. സുജു, അതിനുശേഷം ഈ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി പ്രതികളെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. തുടർ നടപടിക്രമങ്ങൾ, അതായത് ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കാനാണോ സാധ്യതയുള്ളത് കസ്റ്റഡി അപേക്ഷ നൽകുന്നതിന് വേണ്ടി? തീർച്ചയായിട്ടും പ്രതികളെ ചെങ്ങന്നൂർ കോടതിയിൽ തന്നെ ഹാജരാക്കാനാണ് സാധ്യത. നമ്മളിപ്പോൾ ഈ വാഹനത്തിന് പിന്നാലെയുണ്ട്. അതായത് ഇന്നലെ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുക, അല്ലെങ്കിൽ ഇന്നലെ പ്രതികൾ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നെങ്കിൽ വൈകിട്ടോടെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി 3 പ്രതികളെയും അല്പസമയത്തിനുള്ളിൽ തന്നെ ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയിലെത്തും. വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷമായിരിക്കും അവരെ കോടതിയിലേക്ക് എത്തുക. പ്രതികൾക്ക് ഈ കസ്റ്റഡി സമയത്ത് ഉള്ള ആരോഗ്യാവസ്ഥയൊക്കെയാണ് കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുള്ളത്. അത് രേഖപ്പെടുത്തിയ ശേഷം അവരെ ചെങ്ങന്നൂർ കോടതിയിലേക്ക് എത്തിക്കും. വളരെ പ്രധാനപ്പെട്ടതാണ്. കോടതിയിൽ കൊണ്ടുപോയ ശേഷം ഇന്ന് പോലീസ് കസ്റ്റഡി അപേക്ഷ, ഇവർക്ക് പ്രതികളെ കസ്റ്റഡി അപേക്ഷ നൽകുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും അറിയാനുള്ളത്. അത് ഒരുപക്ഷെ ഇന്ന് നൽകുമെന്നുള്ള കാര്യത്തിൽ പോലീസ് അക്കാര്യത്തിൽ ഒരു പ്രതികരണം ഇതുവരെ നൽകിയിട്ടില്ല. കാരണം ഈ പ്രതികളെ ഫോറൻസിക് പരിശോധനാ ഫലം വന്ന ശേഷം മാത്രമേ ഇനി കസ്റ്റഡി അപേക്ഷ നൽകുള്ളൂ. അതല്ല, ഈ വിദേശത്തുള്ള ഇസ്രയേലിലുള്ള 1-ാം പ്രതി അനിൽകുമാറിനെയും നാട്ടിലെത്തിച്ച ശേഷമാണോ ഇനി ഈ പ്രതികളെ കസ്റ്റഡി വാങ്ങുമോ എന്നുള്ള കാര്യത്തിലാണ് അറിയാനുള്ളത്. എന്നാൽ ഇന്നലെ പുറത്തുനിന്ന് വിവരങ്ങൾ വെച്ച് ഇന്ന് വീണ്ടും അവിടെ തെളിവെടുപ്പും അതുപോലെ പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പും എന്നൊക്കെ പോലീസിന് ചില സൂചനകൾ ലഭിച്ചിരുന്നെങ്കിലും ഇന്ന് അത്തരം നടപടിയിലേക്ക് പോലീസ് കടന്നിരുന്നില്ല. പകരം ഈ കേസിലെ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുമ്പോട്ട് പോകാനാണ് പോലീസിന്റെ തീരുമാനം. വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം 15 വർഷത്തോളം
മുൻപ് നടന്ന ഒരു കൊലപാതകമാണ്. അതിലെ തെളിവ് കണ്ടെത്തുക അത്ര എളുപ്പമല്ല. എന്നിരുന്നാൽ പോലും ഈ സെപ്റ്റിക് ടാങ്കിനുള്ളിൽ ഏതെങ്കിലും പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ കത്തിച്ച് തന്നെയാണ് മൃതദേഹം ഇട്ടതെങ്കിൽ പോലും അതിന്റെ തെളിവുകൾ അവശേഷിക്കുമെന്നാണ്. എത്ര വർഷം കഴിഞ്ഞാലും ഇതിന്റെ അകത്ത്, അതായത് ഏതാണ്ട് ഒരു 50 വർഷം കഴിഞ്ഞാൽ പോലും ഈ അസ്ഥിയുടെ ഏതെങ്കിലും ഭാഗം കിട്ടിയാൽ അതിനകത്ത് മജ്ജയുണ്ടാകും. അതുവഴി പോലീസിന് DNA പരിശോധന ഉൾപ്പെടെയുള്ള വിവിധ പരിശോധന നടത്തിക്കഴിഞ്ഞാൽ ഈ കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ അതിന്റെ അകത്ത് ഈ കലയുടെ മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ മറവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങൾ പുറത്തു വരും. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചോളം ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഈ ശാസ്ത്രീയ പരിശോധനയുടെ ഫലമാണ്. അതുവരെയൊക്കെ പോലീസ് ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുമോ, അതല്ല ഇന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോൾ തന്നെ പ്രതികൾക്ക് കസ്റ്റഡി അപേക്ഷ നൽകുമോ ഇല്ലയോ എന്നാണ് ഏറ്റവും നമുക്ക് അറിയാനുള്ളത്. പോലീസ് ഈ പ്രതികളുമായി വൈദ്യപരിശോധനയ്ക്കാണ് ആദ്യം എത്തിക്കുക. അവിടെ നിന്ന് ഉടൻ തന്നെ പോലീസ് നമ്മളിപ്പോൾ ഈ പോകുന്ന അടുത്തുനിന്ന് ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലം അത്ര അധികം ദൂരമുള്ളതല്ല. മാന്നാറിലാണ് ഈ സംഭവം നടക്കുന്നത്, ആലപ്പുഴ. അപ്പൊ ആദ്യം ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അമ്പലപ്പുഴ പോലീസിലാണ്. കാരണം ഈ കേസിൽ നിർണായകമാകുന്ന ഉമ്മക്കത്തുകൾ അതുപോലെ തന്നെ ഇതുമായിപ്പെട്ട വിവരങ്ങൾ ആദ്യം ലഭിക്കുന്ന അമ്പലപ്പുഴ പോലീസിനാണ്. അതുകൊണ്ട് അമ്പലപ്പുഴ പോലീസ് ആണ് ഈ കേസ് അന്വേഷിച്ചത്. പ്രത്യേക അന്വേഷണ സംഘം ഒന്നും രൂപീകരിച്ചിരുന്നില്ല. അമ്പലപ്പുഴ പോലീസ് കേസ് അന്വേഷിക്കുന്നു. ഇതിൽ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ലഭിച്ച ഏതാനും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കേസിലേക്ക് വരുന്നത്. പിന്നീട് ഇപ്പോൾ വിശദമായി തന്നെ അന്വേഷണം നടത്തുകയും പോലീസിനെ സംബന്ധിച്ചോളം നിർണായകമായ തെളിവുകൾ ലഭിച്ചു. ആ നിർണായകമായ തെളിവുകൾ പോലെ തന്നെ ആലപ്പുഴയിലെ കലയുടെ കൊലപാതകത്തിൽ നിർണായകമായ തെളിവുകൾ തന്നെയാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ശാസ്ത്രീയ പരിശോധന, ഫോറൻസിക് പരിശോധന ഫലങ്ങളൊക്കെ വരാനുണ്ട്. ആ ഫലങ്ങൾ പുറത്തു വന്നതിന് ശേഷം മാത്രമാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ ശക്തമായ തെളിവുകൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവുകയുള്ളൂ. എന്തായാലും കേസിലെ 2, 3, 4 ഈ 3 പ്രതികളെയും ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോവുകയാണ്. ശേഷം പ്രതികളെ ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡി അപേക്ഷ ചെങ്ങന്നൂർ കോടതിയിൽ നൽകാനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും വിദേശത്താണ് ഈ കേസിലെ 1ാം പ്രതിയായിട്ടുള്ള അനിൽകുമാർ ഉള്ളത്. അദ്ദേഹം കൂടി നാട്ടിലെത്തിച്ചതിന് ശേഷം കൂടുതൽ തെളിവെടുപ്പിലേക്കും അതോടൊപ്പം തന്നെ ഇവരെയൊക്കെ ഈ പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യലിലേക്കൊക്കെ പോലീസ് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിർണായകമായ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിക്കുകയാണ് കേരള പോലീസ്. കേരള പോലീസിന്റെ അന്വേഷണ മികവ് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതും.